അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ 2 ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. നമുക്ക് ശാലം തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇച്ചിരി ദീർഘദൂര യാത്രകളൊക്കെ ആയിരുന്നു. പറഞ്ഞാൽ ഞങ്ങള് 2-3 ജില്ലയിൽ കൂടെയൊക്കെ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി, ഞാനും മോളമ്മയും കൂടെ. പിന്നെ പൊന്നു പോയിട്ട് സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ എന്തിനാണ് പിന്നെ യാത്ര പോയത് എന്നൊക്കെ അടുത്ത വീഡിയോയ്ക്കകത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ പോയ വഴിക്കത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. പിന്നെ പൊന്നു പോയിട്ട് സുഖമായിട്ടിരിക്കുന്നു. നൈറ്റാണ് അവർക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പം കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടുന്ന് കൊണ്ടുപോയ കുറേ ചക്കപ്പഴവും അതും ഇതും എല്ലാം നമ്മൾ കൊടുത്തു വിട്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചക്കപ്പഴം ഒക്കെ വരിക്ക ചക്കപ്പഴം കൂഴ ചക്കപ്പഴം പോലെ അതൊരു വെള്ളമായിട്ട് അതൊക്കെ അവിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. എന്തായാലും നമ്മൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു. അതെല്ലാം അവർ കൊണ്ടുപോയി ഉപയോഗിച്ചു. വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങളും നമ്മൾ 1 മാസമായിട്ട് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കുറേ പ്രവൃത്തികളെല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. കുറേ പേർക്ക് കുറേ സാധനങ്ങൾ അയച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പൊന്നൂൻ്റെ കൂടെയുള്ള യാത്രയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഒത്തിരി പേര് കുറേ ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാവർക്കും ഉള്ള സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇന്നലെ കുറേ പാക്ക് ചെയ്ത് ഞാനും മോളമ്മയും കൊച്ചും കൂടെ കൂടി പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് അയക്കണം. നമ്മൾ പിന്നെ പരിപാടികൾ നിർത്തിയതൊന്നുമല്ല. സ്പൈസസ് ഐറ്റങ്ങൾ അയക്കുന്നത് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളകും ഏലക്കായും ജാതിക്കായും ജാതിപത്രി മഞ്ഞൾപ്പൊടി ഇതെല്ലാ സാധനവും, കൂവപ്പൊടിയുണ്ട്, ഈന്തങ്ങാപ്പൊടിയുണ്ട്, എല്ലാ ഐറ്റം സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മോളമ്മയുടെ സ്പെഷ്യൽ ഗരം മസാലയുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ വെസ്റ്റ് ക്വാളിറ്റി വെളിച്ചെണ്ണ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ ഇല്ലായിരുന്നു, കടയിൽ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ എല്ലാ സാധനങ്ങളും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. വൻതേനുണ്ട്. ചെറുതേൻ ഈ പ്രാവശ്യം സീസൺ ഇല്ലാത്തതുകൊണ്ട് ചെറുതേൻ ഇച്ചിരി ഷോർട്ടേജാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് അവരുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പം ചെന്നൈക്ക് നല്ല കുറേ കുരുമുളകൊക്കെയാണ് കൂടുതൽ. കുരുമുളക്, ഏലക്കായ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് ചെന്നൈ. ഞാൻ അതിന്റെ അഡ്രസ് കാണാതിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത്. അപ്പം അങ്ങനെ കുറേ കുടംപുളി, വാളംപുളി ഇതെല്ലാം നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ എടുക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും നമ്മളോട് എടുക്കുന്നുണ്ട്. കാരണം അതിന്റെ ഗുണമേന്മ നല്ലതായതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. വിലയ്ക്കകത്ത് ലേശം മാറ്റം. കാരണം നമ്മുടെ കടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടും. ഒരു 10-50 രൂപ കുറച്ച് നമുക്ക് കിട്ടും. എന്നാൽ ക്വാളിറ്റി നല്ലതായിരിക്കും. ചവർപ്പുള്ള പുളിയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ 2 കഷ്ണം ഇട്ട് കഴിയുമ്പോഴത്തേക്കും മീനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പുളി നിൽക്കും. അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് 2-3 പേരുണ്ട്. എറണാകുളത്തിനുണ്ട്. ഇത് ചെന്നൈ പോകാനുള്ള ചെന്നൈക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവര് എടുത്ത് തമിഴ്നാടൊക്കെ ചെല്ലുമ്പോഴത്തേക്കേ അവര് എറിയും. പിന്നെ പൊട്ടിച്ച് നോക്കും. നമ്മള് കഴിഞ്ഞ തവണ ചെന്നൈക്ക് അയച്ചപ്പം പകുതി അവർ ആ ബോർഡറിന്റെ അവിടെ വെച്ചങ്ങാണ്ട് പൊട്ടിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. എന്തായാലും നമ്മള് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വൻ തുകയുടെ സാധനമുണ്ട്. ഇതിനകത്ത് തന്നെ കുരുമുളകും ഏലക്കായും മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. നോക്കുമ്പോൾ ചെറിയൊരു പൊതിയ, ഏതാണ്ട് 4.5 കിലോയേ ഉള്ളൂ. എങ്കിലും അതിന്റെ വില വരുമ്പോൾ നമ്മൾ ഐക്യക്കൂലി ഉൾപ്പെടെ വില വരുമ്പോഴത്തേക്കും നല്ലൊരു വില വരും. അപ്പൊ അതൊക്കെ ഡാമേജ് ആകാതെ അവരുടെ കയ്യിൽ എത്തണമെന്നോർത്താണ് നമ്മൾ അത്ര ഭദ്രമായിട്ട് സേഫായിട്ട് അയക്കുന്നത്. പിന്നെ ഇത് റാപ്പ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-25 മിനിറ്റ് ഇരുന്ന് പടതാലേ അത് അത്രയൊന്നും ആയി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അത്രയും വലിച്ച് 2 പേര് കൂടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ബാംഗ്ലൂര്, എറണാകുളം. നമ്മുടെ സാധനം മേടിച്ചിട്ട് പറഞ്ഞു കത്രിയ പോലും കുത്തിയെടുക്കാൻ പറ്റത്തില്ല, അതുപോലെ നിങ്ങൾ ഒട്ടിച്ചു വെച്ചേക്കുന്നത് നല്ല പാക്കിങ്, അടിപൊളി പാക്കിങ്. അപ്പം നമ്മളത് വീണ്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യമുള്ളവർ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഇതിനകത്ത് ഫോണിനകത്ത് കൊടുത്തേക്കാം. ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട്. കുരുമുളകും ഏലക്കായും ജാതിക്കായും എല്ലാം ഉണ്ട്. നല്ല ഇതുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിന്നെ കൂവപ്പൊടി ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നു സാധനം എടുക്കാൻ പോയപ്പോൾ നല്ല കൂവപ്പൊടി ഈ വർഷത്തേത് വന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്
ഈന്തങ്ങാപ്പൊടി. ഈന്തങ്ങാപ്പൊടി എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയില്ല, അവർക്ക് ഔഷധ ഗുണമുള്ളതാണ്. അറിയാവുന്നവർക്ക് അറിയാതെ മേടിക്കുന്നുമുണ്ട്. അപ്പം വൻതേനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൊണ്ട് അയക്കാൻ പോവുകയാണ്. പിന്നെ മഴക്കാലമൊക്കെ തുടങ്ങിയ പിന്നീട് നമുക്ക് ചുക്കിന് കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട്. ചുക്ക് ഞാൻ ഉണങ്ങിയത് ഇവിടെ കുറേ കൂടി ഇരിപ്പുണ്ട്. അപ്പം ഇനിയിപ്പോൾ അധികം ഇല്ല, ഒരു 4 കിലോയ്ക്ക് വകയും കൂടി ഇരിക്കും, 3 കിലോയ്ക്ക് വകയും കൂടി ഇരിപ്പുള്ളൂ. അപ്പോൾ ചുക്ക് ഇരിപ്പുണ്ട്. ഈ ചുക്ക് വെള്ളം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ, നമ്മൾ മലയാളികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചുക്ക് കാപ്പി. അപ്പോൾ ആ സാധനവും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനിപ്പോൾ അധികം ഇല്ല. അപ്പോൾ അതും അത്യാവശ്യമുള്ളവർ ഓർഡർ തരിക. അപ്പം ഞാൻ ഇത് കൊണ്ടുപോയി അയച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ വീടിൻ്റെ മണ്ടയിലേക്ക് ഒരു സ്റ്റെയർ കേസ് പണിയാനായിട്ട് പൊന്നു വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടു. അവിടെ മഴയായിപ്പോയി. അപ്പോൾ ഇരുന്ന് വെല്ല് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് അടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ ചേട്ടൻ വന്നില്ല. പുള്ളി ഇന്നലെ വന്നിട്ട് മഴ ചാർന്ന് കണ്ട് തിരിച്ചു പോയി. ഇന്ന് വന്ന് പുള്ളി പണി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് തട്ടുമുട്ട സൗണ്ട് പൊന്നുവിന്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു. അവള് വന്നപ്പോൾ അത് പണിതിട്ട് മോനും പൊന്നും കൂടെ ഉള്ളപ്പോൾ തന്നെ അത് പണി തീർത്ത് അവർക്ക് അതേ കൂടി ഒന്ന് കയറുകയും ഇറങ്ങുകയും അതിന്റെ പ്ലാനും പദ്ധതിയൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ അവളെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും സാധനങ്ങളെല്ലാം ഫുള്ള് പൈസ മുടക്കി ഇറക്കിയിട്ട് ഇത് ചെയ്യാനുള്ള ആളെ അവര് രണ്ടുപേരും കൂടെ സെറ്റാക്കിയിട്ട് പോയി. ഇന്നും നാളെയും കൊണ്ട് നമ്മുടെ സ്റ്റെയറിന്റെ പണിയൊക്കെ തീരും. പണിത് കഴിഞ്ഞ് നമുക്കത് കാണിക്കാം. ഞാൻ മുളമയും കൊണ്ട് അതേ കയറുന്നുണ്ട്. കൊച്ച് പുറകെ കയറി വരും. അപ്പൊ അതെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അതെ, എല്ലുമ്മയും മോളും കൂടെ ചക്ക ഒരാൾ അവിടെ നിന്ന് പറക്കുന്നു, ഒരാൾ ഇവിടെ നിന്ന് അരിയുന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. ആണോ? മഴയത്തോ? താൻ എന്റെ കൂടെ അല്ലേ ഉറങ്ങിയേ? അപ്പൊ മാങ്ങാപ്പഴം തന്നു കേട്ടോ. എടോ, താൻ എപ്പോഴാ പോയെ? താൻ ഉറങ്ങാൻ പോകുന്നും പറഞ്ഞല്ലേ പോയേ? ഉറങ്ങാൻ പോയെടുത്തുനിന്ന് താഴെ പോയി പ്ലാവെ കയറി ചട്ടിയിട്ട് അത് ചുമന്ന് മണ്ടേ കയറ്റി അവിടെ നിന്ന് വണ്ടിക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് 3 ചട്ടിയിട്ട് 2 എണ്ണം വെട്ടി അത് ഞാനും അച്ഛമ്മയും കൂടെ വറക്കാനും വേവിക്കാനും ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. അച്ഛമ്മ ഇവിടെ ഇരുന്ന് അരിയുക കേട്ടോ. അരിഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കുക. അന്ന് ചക്ക ഇല്ലാത്ത കാര്യമായിരുന്നു. ഓരോ പൂൾ എടുത്ത് എൻ്റെ കൊച്ചു ഇന്നോട്ട് നോട്ടോ ഞാൻ ചക്ക വറക്കാൻ നോക്കുക. അത് നല്ല സൈഡൊക്കെ ചെത്തി എല്ലാവർക്കും ഈ കടയിൽ നിന്ന് കിട്ടുന്നത് നല്ലപോലെ വേണം. എനിക്ക് ചക്ക വറക്കാൻ ഇങ്ങനെ മൊത്തം കീറിട്ട് വറക്കാൻ ഇഷ്ടമില്ല. ഞാൻ 2 അരിഞ്ഞ് ചെത്തി കളഞ്ഞിട്ട് ചക്ക വറക്കും. ഓ, ഈ തലവശം വാൽവശം അരിഞ്ഞു കളയും, എന്നിട്ട് അരിയും കേട്ടോ. മൂത്ത് കിട്ടും. നല്ല ഭംഗിക്കൊക്കെ ഉണ്ടാക്കി തരും. നല്ല ഭംഗിക്കൊക്കെ ഉണ്ടാക്കി തരും. പോകുന്നതിന് മുമ്പ് ഞാൻ ചക്ക വറുത്തു തരാം. എല്ലാരും കൂടെ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടം പോലെ ചക്ക വറക്കാം. പണിക്കാരനോട് ചോദിച്ചു, എടാ ഇത് കണ്ടനാണോ ചക്കിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കുഴഞ്ഞു. ചക്കിയാന്ന് പറഞ്ഞാൽ മാതാമ പറഞ്ഞു, കണ്ടനാന്ന് പറഞ്ഞാൽ സായിപ്പ് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ അയാൾ പറഞ്ഞു ഇത് അത്ര കണ്ടനും അത്ര ചക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചോര രണ്ടും പിന്നെ ആദ്യമൂത്തത് ഉണ്ടായതാണല്ലോ. കഥ പറഞ്ഞിട്ട് ലാസ്റ്റ് വളച്ചു കൊണ്ടുവന്ന് പൊന്നിനെ ഇഷ്ടം പറയുന്നത്. ആദ്യം ഉണ്ടായതാണല്ലോ ആദ്യത്തിനെന്ന് വിളിച്ചാൽ ആ ഒരു ചായ ചോര 3 തന്നെയല്ലേ അത്. അതിന്റെ കൂട്ടത്തിൽ ാണോ ജയലേതിനെയാണോ അച്ചമ്മയ്ക്ക് ഇഷ്ടമെന്ന് എനിക്ക് വല്ലപ്പോഴും വരുമ്പോഴല്ലേ ഇതൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് കൊച്ചിനെ പൊക്കി വെച്ചാലും ഞാൻ വരുമ്പോ എല്ലാരും കണ്ണം പറയും. അപ്പൊ കൊച്ചിന്റെ ചെറിയ ഈഗോടെ പ്രശ്നമുണ്ട്. ഞാനതൊന്ന് കേക്കാന്ന് ഓർത്ത് ചോദിച്ചപ്പോ അച്ഛമ്മ കഥ പറഞ്ഞതാ. അവസാനം വന്ന് നിന്നത് എവിടെയാ? മൂത്തതിനെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് രണ്ടാമത്തെ എന്നെ പറഞ്ഞേ. പ്രിയരാഗം ശ്രുതി തേങ്ങി എൻ വിളി കേൾക്കാതെ എൻ വിരലറിയാതെ നീ എന്നകലേ ഞാനോ തനിയേ ഈ മഴയിൽ ഞാൻ തനിയേ.
കൂടെ വെള്ളം കാണാൻ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഞങ്ങൾ മൂലമറ്റത്തിന് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അന്നേരം ഇടയ്ക്കൊന്ന് നിർത്തി ഈ പാറയും വെള്ളമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. താഴോട്ട് വീഴല്ലേ. ഞങ്ങളൊന്നും വീഴുക, ആ ഞങ്ങളിതൊക്കെ കാണുമായിരുന്നു, വെള്ളച്ചാട്ടമൊക്കെ. ആ നമ്മൾ മൂലമറ്റം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ആ അപ്പോൾ വന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടങ്ങളും നല്ല കാഴ്ചകളും. മഴ ശകലം കുറവുണ്ട് ആ അല്ലേ? അതെ, 2 ദിവസമായിട്ട് ഇച്ചിരി മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെ പിന്നെ ഇവിടെ ഇറങ്ങി നിൽപ്പൊന്നും നടക്കുകയാണ്, ഭയങ്കര ഒഴുക്കായിരിക്കും. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തോരം എടുത്താ മണ്ണ് അല്ലേ ഈ ഇടിഞ്ഞു റോഡിൽ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ വാഗമണ്ണ് മൂലമറ്റം റോഡിൽ എപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ്. ആ അത് ഗുഹയാണോ? ഗുഹ ഏതാ? ഈ ഇല്ലി നിൽക്കുന്നതിന്റെ അപ്പുറം പോയി നോക്ക്. ഗുഹ പോലുണ്ട്. അതുകൊണ്ട് അവിടെ പഴുതായൊക്കെ കെട്ടി ഒരു ചേട്ടനൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, അത് ഗുഹയല്ല കേട്ടോ. അതെ, അമ്മ കണ്ടോ അവിടെ ഇല്ലി വെച്ചേക്കുന്ന കണ്ടോ? ഞാനൊന്ന് കാണട്ടെ കേട്ടോ. ഇതുകൊണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ, അങ്ങ് മണ്ടേന്ന് ഒഴുകി വരുന്നയാ. കേൾക്കത്തില്ല നമ്മൾ പറഞ്ഞാലേ. അവിടെയൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് വീട് വെക്കോ? അയ്യോ, എനിക്ക് തോന്നുന്നു ഇതില് വല്ല കല്ല് പിടിച്ച് കയറി പോവായിരിക്കും. അടുത്ത് തന്നെതാ. ആ, ഇതില് അതിന്റെ ബാക്കി ഒഴുകി പോകുന്നത് കേട്ടോ. ആ, കണ്ടോ? അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം രാധമ്മവട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ മാങ്ങായേ. പൊന്നിന് കൊണ്ടുവന്നാലും കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാനൊരു കൂടിനകത്ത് 3-4 അടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അന്നേരം ഇത് ചെനച്ചോ പഴുത്തോ എന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചെത്തി നോക്കാം. ചിലത് ഞെങ്ങ് കൊള്ളുന്നുണ്ട്, ചിലത് ഞെങ്ങ് കൊള്ളുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ചെത്തി നോക്കാം. പപ്പായ്ക്ക് ഇങ്ങനത്തെ മാങ്ങാപ്പഴമൊക്കെ ചെത്തി കാന്താരി ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. പഴുത്ത് കേട്ടോ. ആണല്ലേ? തൊലി കളയാതെ എടുക്കുവാണോ? തൊലി കളയാതെ എടുക്കാം. എന്നിട്ട് 2 കാന്താരിയും കൂടെ അരിഞ്ഞിട്ടങ്ങ് വെച്ചേക്കുവാണെങ്കിൽ പപ്പ സിറ്റിയിൽ സിമെന്റ് എടുക്കാൻ പോയതാട്ടോ. വരുമ്പത്തേന് നമുക്ക് ശരിയാക്കി വെക്കുവാണെങ്കിൽ വരുന്നതേ കഴിച്ചോളും. കൊച്ചിന് വേണോ? കൊച്ചിന് മുളക് ഇടാതെ തരാം. മുളക് ഇടാതെ തന്നാ മതി. ചേച്ചി ഉണ്ടായിരുന്ന 5-6 കഷ്ണം പറക്കി തിന്നേനെ. ചേച്ചിക്ക് മറ്റേ കുരുമുളക് ഇതും മറ്റേ കാന്താരി കാന്താരിയും ഉപ്പുവും എല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ആക്കിയിട്ടങ്ങ് തിന്ന്. അതാ ചേട്ടായിക്ക് ഭയങ്കര എരിവായിട്ട് നമുക്ക് തൊടാൻ പറ്റുകയില്ല. എനിക്ക് അത്ര എരിവ് പിടിക്കുകയില്ല കേട്ടോ. ഞാൻ അത്ര എരിവൊന്നും കൂട്ടത്തില്ല. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാ കേട്ടോ. കാന്താരി നല്ല 2 പഴുത്ത കാന്താരിയാണ് ഏറ്റവും സുഖം. എനിക്ക് പിന്നെ ഈ എരിവൊക്കെ മുക്ക് തിന്നുന്ന മറ്റേ ഇതാ ഇഷ്ടം. എന്നാ, കൈതച്ചക്ക. അത് ഇഷ്ടമാ. ഇത് മാങ്ങാപ്പഴം അരിഞ്ഞിട്ടിട്ട് 2 കാന്താരി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കണം. അല്ല പിന്നെ മാങ്ങാപ്പഴം ചോറിൻ്റെ അകത്ത് പിഴിഞ്ഞ് തന്ന അങ്ങനെ തിന്നാൻ കേട്ടോ ഞാൻ. അല്ല ഞാൻ അങ്ങനെ തിന്നാറില്ല. ഈ സാധനം അല്ല ഉപ്പിലൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ തിന്നുമായിരുന്നു. മാങ്ങാപ്പഴം കറി വെക്കാൻ നല്ലതാ കേട്ടോ. ചെറിയ മാങ്ങയാണ് നല്ലത്. നമ്മൾ ചങ്ങനാശ്ശേരി ആയിരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ 2 വലിയ മാവുണ്ടായിരുന്നു. കോമാങ്ങ. അതെ, കുഞ്ഞു മാങ്ങ കേട്ടോ. എന്നിട്ട് മാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അവിടുത്തെ ഉള്ളവരെല്ലാം വഴിയിൽ നിന്ന് എല്ലാം പെറുക്കിയിട്ട് പോകും. എന്നിട്ട് ചുമ്മാ വഴിയെ തിന്നിട്ട് പോകും. ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. അങ്ങനെ ഒരു മാങ്ങ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല. കുറവാ. ആ, അതൊരു വലിയ മാവായിരുന്നു. ഇഷ്ടംപോലെ മാങ്ങ ഞങ്ങളുടെ മുറ്റത്ത് വീഴുമായിരുന്നു. രാവിലെ ഇറങ്ങുക, പറക്കുക, പൂളുക, കഴിക്കുക. അപ്പുറത്തെ മായാൻ്റിയുടെ ഒക്കെ ആയിരുന്നു. ആൻറ്റിക്കും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു കേട്ടോ. മായാൻറ്റി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നാ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചായിരുന്നു. മായാൻറ്റി കാണുവാണ്. പിന്നെ മാങ്ങയുടെ കാര്യം പറഞ്ഞാൽ ഓർക്കണം കേട്ടോ. അവരുടെ പറമ്പിലാണ് ഈ മാവ് നിൽക്കുന്നത്. അതെ. ആൻറ്റിയുടെയൊക്കെ മാങ്ങയായിരുന്നു. നമുക്ക് വീഴുമ്പോൾ നമ്മൾ എടുക്കും, അവർക്ക് വീഴുമ്പോൾ അവർക്കില്ലാത്തപ്പോൾ കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ചേട്ടായി വിളിച്ചായിരുന്നു. ചേട്ടായിക്ക് ഇന്ന് പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. പോസ്റ്റിംഗ് തുടങ്ങി മടുത്തെന്ന് പറഞ്ഞല്ലേ. പണിയൊക്കെ പഠിച്ചു വരുന്നു. അശാൻ ഒരു ലുക്കൊക്കെ ആയി കേട്ടോ. നേഴ്സിന്റെ ഒക്കെ ആ തൊപ്പി
മാസ്കും ഒക്കെ വെച്ചേക്കുന്ന കണ്ടപ്പം അസലൊരു നേഴ്സിന്റെ കട്ടായി വരുന്നു, ആ ഒരു ഇതായി വരുന്നു കേട്ടോ. കാണുമ്പോൾ ഒരു ഇതൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു മടുത്തോടാന്ന് ചോദിച്ചു. ഇല്ലമ്മ ഇതൊക്കെ ഒരു രസമല്ലേ, പഠിക്കാനല്ലേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, ഞാനതൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. കൂട്ടുകാരൊക്കെ ഉണ്ട്, കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പണിഭാരം കൂടുതലാന്ന് പറഞ്ഞു. ആ പോസ്റ്റിങ്ങിന്റെ സമയത്ത് അവരെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇട്ട് ഓടിക്കുന്നത്. പക്ഷെ മടുക്കും ആ ഒരു ടൈമിൽ. ഒന്നാമത്തെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകാനും ചെയ്യാനും നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ അത് പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലതായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് അതിന്റെ ടെക്നിക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് അത് നല്ലത്. അങ്ങനെ നല്ല സെറ്റായിട്ട് പൂളി വെച്ചിട്ടുണ്ടല്ലേ. ഇനിയിപ്പം കാന്താരിയും കൂടെ ഇട്ടങ്ങ് വെച്ചേക്കുവാണെ പപ്പായ്ക്ക് ഒരു തന്തോയൊക്കെ ആകും ഇത് വന്ന് കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പം എന്നാ പണികളൊക്കെ നടക്കട്ടെ. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഞാൻ ചേച്ചി പോയ പിന്നെയും ചേട്ടായി പോയ പിന്നെ ഞങ്ങൾ 3 പേരും തന്നെ ഉള്ളൂ അല്ലേ. ചേച്ചി പോയ പിന്നെ കൊച്ചിനൊരു സങ്കടമുണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടാകുന്നപ്പം അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കൊച്ചെന്ന് വിളിച്ചു പുറകെ നടന്ന കൊഞ്ചിച്ചൊക്കെ നടന്ന. പക്ഷെ അതൊക്കെ അങ്ങ് മാറിപ്പോയി പെട്ടെന്ന്. കൊച്ചിനതുകൊണ്ട് ഒരു മോഹതയാണ്, ഒരു വിഷമമുണ്ട്. വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ ഞാനും അധികം നാളൊന്നും ഇല്ലല്ലോ. ഞാനും പോയി കഴിയുമ്പോ പിന്നെ ഇവര് രണ്ടുപേരും തന്നെയാകും. അപ്പം പിന്നെ രണ്ടുപേരും കൂടെ അങ്ങ് വഴക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങ് മുന്നോട്ട് പോണം. പിന്നെന്താ, ഞങ്ങൾ എല്ലാവരും വഴക്കുണ്ടാക്കാറില്ലല്ലോ. പരിചാത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തേ അല്ലേ. അപ്പം ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു കൊണ്ടിരിക്കുക.